ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ത്യൻ സിനിമ ഇന്ന് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പലരുടെയും വിചാരം. ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് തിങ്ക് സോ. കാരണം വെച്ചാൽ ഇന്ന് ഇന്ത്യൻ സിനിമ ഈസ് കൈൻഡ് ലൈക്ക് വേറെ തന്നെ ഒരു ലെവലിലേക്കാണ് ഇന്ത്യൻ സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് വി ഹാവ് ആക്ഷൻ ഫിലിംസ്, വി ഹാവ് വെരി മച്ച് എന്താ പറയുക, വളരെ വളരെ ഒരു മാസ് ആയിട്ടുള്ള ഫിലിംസ് നമുക്ക് ഇന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഒതന്റിക് ഫിലിം എന്ന് പറയുന്ന സംഭവം ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഇല്ല. ഇന്നല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യൻ സിനിമയിൽ ഇല്ല. കാരണം വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ ഒരുപാട് കണ്ടന്റ് ഡ്രിവൺ ആയിട്ടുള്ള സിനിമകൾ ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ മലയാളം ഇൻഡസ്ട്രി വാസ് ദ ഹബ് ഫോർ ബെസ്റ്റ് കണ്ടന്റ് ഡ്രിവൺ ഫിലിംസ്. പക്ഷെ ഇന്ന് അങ്ങനത്തെ കണ്ടന്റ് ഡ്രിവൺ ഫിലിംസ് ഇല്ല. വെറുതെ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാനും ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് മസാല പടങ്ങളാണ് അധികവും ഉള്ളത്. ഇനി എത്ര വലിയ സിനിമയാന്ന് പറഞ്ഞാൽ പോലും അതിലും കുറച്ച് മസാല ഉണ്ടാവും. നമ്മൾ ഇന്നത്തെ കാലത്ത് സിനിമ ഈസ് കൈൻഡ് ലൈക്ക് എ ബിസിനസ്. ഇറ്റ്സ് കൈൻഡ് ലൈക്ക് എ ബിസിനസ്. സിനിമ ഈസ് ബിസിനസ്. സിനിമക്കൊരു പാഷൻ എന്ന് പറയുന്ന സാധനം ഇന്ന് അങ്ങനെ ഇല്ല. എന്നുവെച്ചാൽ അധികം ആൾക്കാർ ഈ സിനിമേനെ അല്ലെങ്കിൽ മേഖലയെ അപ്രോച്ച് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് അതിന് തെറ്റൊന്നുമില്ല. യു നീഡ് ടു മേക്ക് എ ഗുഡ് മണി വിത്ത് സിനിമ. ബിക്കോസ് ഇന്നത്തെ കാലത്ത് സിനിമയിൽ കുറച്ച് ബിസിനസ് ഐഡിയയും കൂടി ഇല്ലെങ്കിൽ നമുക്ക് നിലനിന്ന് പോകാൻ തീരെ പറ്റില്ല. പക്ഷെ നമ്മൾ ആ പാഷൻ, ആ സിനിമക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാഷൻ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഇനി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ആർ മേക്കിംഗ് എ ഫിലിം നോട്ട് ഓൺലി ഫോർ ജസ്റ്റ് ഏർണിംഗ് മണി, ഫോർ ദ കോസ് ഓഫ് മേക്കിംഗ് എ ഫിലിം. ഫോർ മേക്കിംഗ് എ ഫിലിം, ഒരു സിനിമ ഉണ്ടാക്കാൻ കൂടി വേണ്ടിയാണ് നമ്മളൊരു സിനിമ നിർമ്മിക്കുന്നത്. ആ സിനിമക്ക് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ട്. വെറുതെ ഒരുപാട് സിനിമകൾ ഉണ്ടാക്കുക, ആൾക്കാരെ പറ്റിക്കാന്നതിനെക്കാട്ടും ആൾക്കാർക്ക് തമ്മിലേക്ക് കുറച്ച് വാല്യൂ ആഡഡ് ഫിലിംസ് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കണ്ടന്റ് ഡ്രിവൺ ഫിലിംസ് വളരെ കുറവാണ്. മാത്രമല്ല കോമഡി പടങ്ങൾ പോലും ഇന്ന് വളരെ കുറവാണ്. ഇന്നല്ല ഭയങ്കര ഒരു ലൈക്ക് അതിൽ നമ്മൾ സിനിമേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് സിനിമകൾ ഭയങ്കര വയലൻസ് എന്നല്ല ആൾക്കാർ പറയുന്നത്. ബട്ട് വയലൻസ് ഐ ഡോണ്ട് തിങ്ക് സോ മാൻ. ലൈക്ക് മാർക്കോ എന്ന് പറയുന്ന പടം, അത് വയലന്റ് ഫിലിമാന്ന് ഐ ഡോണ്ട് തിങ്ക് സോ. കാരണം ഇതിനെക്കാട്ടിയും വയലൻസ് ഉള്ള 10 ഇരട്ടി സിനിമകൾ നമ്മൾ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ഏഴയിലത്ത് പോലും മാർക്കും എത്തുന്നില്ല. മനസ്സിലായില്ലേ? കാരണം ഈ വയലൻസ് എന്ന് പറയുന്ന തീം തന്നെ നമ്മൾ ആലോചിക്കുന്ന സമയം ഒരു ലേശം ഒരാൾക്കാരെ കത്തി കുത്തുമ്പോൾ പേടിക്കുന്ന ഒരു തരം വയലൻസ് ആയിക്കൂടാ ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ. വയലൻസ് പോലും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇന്ന് മാറിയിട്ടുണ്ട്. നമ്മളെന്ന് വെച്ചാൽ there is another thing called as നമ്മളൊരു വെറുതെ ഒരു പടം ഉണ്ടാക്കിയല്ല. ഈവൻ ഇഫ് ഒരു ഫിലിമിൽ വയലന്റ് ഫിലിം ഉണ്ടെങ്കിൽ പോലും ആ ഒരു വയലൻസ് എന്നുള്ള സാധനം നമ്മളെ സിനിമയിൽ കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിനൊരു കഥയില്ലാത്തതുകൊണ്ടാണ്. ആ കഥേന്റെ ബേസിലാണ് ആ ഒരു വയലൻസ് ആ സിനിമയിൽ വരുന്നത്. അല്ലാണ്ട് വെറുതെ വയലൻസ് കാണിക്കുക എന്ന് പറയുന്ന സംഭവത്തിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. സോ വാട്ട് ഐ തിങ്ക് ഇസ് ദാറ്റ് ഇന്ത്യൻ ഫിലിംസ് നീഡ് ടു മേക്ക് ഗുഡ് കണ്ടന്റ് ഡ്രിവൺ ഫിലിംസ്. നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് വേണം. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്.